ഞാൻ ഭരത്, MBBS തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ജോർജിയയിൽ വരുന്നതിന് മുമ്പ് ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈസി ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം ഡിലേ ചെയ്യാണ്ടിരിക്കുക നല്ലത്. സീറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. പിന്നെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിലൊക്കെയാണ് നോക്കണമെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്താൽ അത്രയും ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും നമുക്ക് പ്രോസസ്സ് നടക്കും. നിങ്ങൾ വിചാരിക്കണ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈമിന് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. ആയിട്ട് എനിക്ക് അറിയേണ്ട ഒരു എല്ലാവരും കൺഫ്യൂസ് ആവും എന്നൊരു കാര്യം എന്താ വെച്ചാൽ വിസയുടെ കാര്യമാണ്. വിസ കിട്ടാൻ ഡിലേ ആവുക, 2 മാസം ഡിലേ, 3 മാസം ഡിലേ, ഇത് വരികയാണെങ്കിൽ ആക്ച്വലി ഇത് ഏജൻസിയുടെ ഒരു ഫോൾട്ട് അല്ല. ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ഇത് അപ്രൂവ് ആയി നമ്മുടെ വിസയൊക്കെ റെഡിയായി വരാൻ തന്നെ 3 months ടൈം എടുക്കും. അപ്പോൾ ചിലപ്പോൾ മോസ്റ്റ്ലി ആക്ച്വലി 1 month ടൈമിൽ നടക്കും. പക്ഷെ ചില ടൈമിലോ എന്തെങ്കിലും സിറ്റുവേഷൻ ഇവിടെ ഉണ്ടെങ്കിലോ അപ്പോൾ ചിലപ്പോൾ ഇതിനൊക്കെ പ്രോസസ്സ് ഡിലേ ആവാൻ ടൈമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത് റിസർവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളുടെ പ്രോസസ്സ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വിസ എത്രയും പെട്ടെന്ന് വരും. എനിക്ക് ഇതുപോലെ 1 month ഡിലേ ഉണ്ടായിരുന്നു വിസയിൽ. നവംബർ എൻഡിലാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇവിടെ ഏജൻസി ആക്ച്വലി കോളേജിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്ക് ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കവേർഡ് പോർഷൻസ് ഒക്കെ തിരിച്ചെടുത്ത് തന്നിരുന്നു. തേർഡ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ റെസിഡൻസ് കാർഡ് അപ്ലൈ ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു 3 months നമ്മുടെ വിസയുടെ വാലിഡിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ റെസിഡൻസ് കാർഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവണം, ഇവിടുത്തെ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് കിട്ടി കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വിസയുടെ ടൈം ലൈനിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ വിസ റെസിഡൻസ് കാർഡ് അപ്ലൈ ചെയ്തെങ്കിൽ നമ്മളിവിടെ ഓവർ സ്റ്റേ ആവും. അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് വലിയ പ്രോസസ്സാണ്. കുറേ സ്റ്റുഡൻസിന് ആക്ച്വലി അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് എനിക്കറിയണവർക്ക് തന്നെ കുറച്ച് പേർക്ക് ഇതുപോലെ റെസിഡൻസ് കാർഡിന് പ്രോബ്ലം ആയിട്ടും ടൈം എടുത്തിട്ടും ഒക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ വേഗം തന്നെ നിങ്ങൾ റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് എനിക്ക് ആക്ച്വലി ISA എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവരെന്നെ ഫുൾ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്തിരുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ISA ഉണ്ടാവും. വേഗം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ കോൺടാക്ട് ISA.